വചനം പറയുന്നു, ഹല്ലേലൂയ, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ട് ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും നഷ്ടമാകുവാനിടയായി. ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ, വളരെ നാളായിട്ട്, ഹല്ലേലൂയ, സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണുവാൻ കഴിയാതെ വണ്ണം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇരിക്കുന്ന ഒരു സാഹചര്യം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പറയുക, ആമേൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ വിശ്വാസം അവിടെ നഷ്ടപ്പെടുകയാ, ആശ പോകുന്ന ഒരു അനുഭവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലെ, ആമേൻ, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുകയാണ്. ഹല്ലേലൂയ. Praise God. Oh Ramana Hoshasiara Baba Shudabala Rikamana Bariba Sharaba. Amen. യോസഫിന്റെ ജീവിതത്തിൽ യോസഫ് ഒരു സ്വപ്നം കാണുവാനിടയായി തീർന്നു. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സൂര്യന്, ഹല്ലേലൂയ, ചന്ദ്രന് 11 നക്ഷത്രങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, യോസഫിനെ നമസ്കരിക്കുന്ന ഒരു വെളിപ്പാട്, ഹല്ലേലൂയ, യോസഫ് കണ്ടിട്ട്, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അത് തന്റെ സഹോദരങ്ങളോട്, ആമേൻ, മാതാപിതാക്കളോട് ആ ദർശനം കൈമാറുവാനിടയായി. വചനം പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ, താങ്കളോട്, ഹല്ലേലൂയ, ഉടമന റിഗബ ബബശാരബ ഉടവലരിക മാനവ ശാരബ എന്ന പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, വചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ. ഓറ ഹജദല ഉറമാന ഹജസിയാരബ ഉടവലരിക മാനവ റിബശാരബ. ഓ ഹല്ലേലൂയ. പ്രത്യാശ കേട്ടുപോകുന്ന ഒരു അനുഭവം. എന്നാൽ യോസഫിന്റെ ജീവിതം പരിശോധിച്ചാൽ അവിടെ പ്രത്യാശ കെടുന്നില്ല. അവന്റെ ഉള്ളിൽ ആ ദർശനം കിടന്ന് വളർന്ന് 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 അത് വലുതായി വരുന്ന ഒരു അനുഭവം അവിടെ കാണുവാൻ കഴിയുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഉറമാന ഹജസിയാരബ ശുഡബലരികമാന ബാബ ഉറബശാരബ പകയുടെ ശക്തികൾ, അസൂയയുടെ ഭാര്യകൾ ഈ പകൽ വേളയിൽ കൂട്ടായ്മ വിട്ട്, ഹല്ലേലൂയ, കൂടി വരവ് വിട്ട്, ജനഹൃദയങ്ങളെ വിട്ട് എന്ന പകൽക്കാലം ശാസിക്കുന്നു. യേശുവേ നന്ദി, രാജാവേ നന്ദി, കർത്താവേ. വചനം പറയുന്നു, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. ഹല്ലേലൂയ. അവർ വളരെ പട്ടിണി കിടക്കുന്ന ഒരനുഭവം അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, യോസഫിന് പട്ടിണി കിടക്കേണ്ടതായി വന്നിട്ടുണ്ട്. ആമേൻ. പൊട്ടക്കരന്റെ, ഹല്ലേലൂയ, അനുഭവം അവന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവനെ, ഹല്ലേലൂയ, അടിമയായി വിറ്റ മണ്ഡലങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ അവന്റെ ദർശനം കെട്ടുപോയില്ല, അവന്റെ വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയില്ല, അവന്റെ സ്വപ്നം നഷ്ടപ്പെട്ടു പോയില്ല. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, കുടുംബ തലങ്ങളുടെ മേൽ വരുന്ന തകർച്ചകൾ കണ്ട്, ആമേൻ, ഹല്ലേലൂയ, നിങ്ങളുടെ വെളിപ്പാടിനെ കുഴിച്ചിടരുത്, നിങ്ങളുടെ കൃപാവരത്തിന് കോട്ടം വരുത്തരുത്, നിങ്ങളുടെ വിശ്വാസത്തെ, ഹല്ലേലൂയ, ഇല്ലായ്മ ചെയ്യരുത്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, യോസേഫിന്റെ ദർശനം കാഴ്ചപ്പാട് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവൻ കണ്ട സ്വപ്നം, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവനെ ഉന്നതിയിലേക്ക് എത്തിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവനെ അവിടെ രാജാവിന് തുല്യമായി വാഴിക്കുവാനിടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. സകല കാര്യ വിചാരകത്വം അവന്റെ കൈപ്പടയിലൂടെ കടന്നു പോകുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവന്റെ സകല സഹോദരങ്ങള്, ആമേൻ, പിതാവ് അവനെ വണങ്ങുന്ന ഒരു അനുഭവം അവിടെ കടന്നു വരുവാനിടയായി തീർന്നു.
പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വെളിപ്പാടുകളെ കുഴിച്ചിടരുതേ, കൃപാവരത്തെ കുഴിച്ചിടരുതേ, വിശ്വാസത്തെ കുഴിച്ചിടരുതേ. പൗലോസിന്റെ ജീവിതത്തിലാണ്, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വചനത്തിലാണ് നിൽക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് യോസേഫിന്റെ ആമേൻ ജീവിത, ഹല്ലേലൂയ, ആമേൻ, രീതികളിലേക്ക് ആത്മാവ് എടുത്തെറിയ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എവിടെ? നമ്മുടെ പ്രത്യാശ എവിടെ? നമ്മുടെ തീരുമാനം എവിടെ? വചനം വിളിച്ചു പറയുക, ആദ്യ വിശ്വാസം നഷ്ടപ്പെട്ടു പോയെന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട് എന്ന് വെളിപ്പാട് പുസ്തകം വിളിച്ചു പറയുന്നു. വളരെ നാളായിട്ട് ആഹാരം കഴിക്കാതെ വണ്ണമിരിക്കുന്ന ഒരു അനുഭവം, ഹല്ലേലൂയ, ഈ 27-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ, ആമേൻ. 14 ദിനങ്ങൾ കൊണ്ട് ആഹാരം പോലെ കഴിക്കാതെ വണ്ണ കപ്പലിന്റെ, ഹല്ലേലൂയ, ആട്ടവും കോളിളക്കവും ഒക്കെ കണ്ടുകൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഭയപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവം. ആമേൻ, ഹല്ലേലൂയ. പൗലോസിനോട് കൂടെ, ആമേൻ, ഹല്ലേലൂയ, ദൈവം ഇടപെടുവാനിടയായി. നിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയെ പോലെ നഷ്ടമാക്കാതെ വണ്ണ, ഒരു വ്യക്തിയുടെ പ്രാണന് ഹാനി വരാതെ, ജീവന്, ഹല്ലേലൂയ, ഹാനി വരാതെ വണ്ണ നിനക്ക് ഞാൻ നൽകുമെന്നുള്ള വാഗ്ദത്തം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പൗലോസിന്റെ കാതുകളിലേക്ക് ഒരു, ആമേൻ, രാത്രികാല മുഴങ്ങി കേൾക്കുക. അതുകൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയുടെ ദൂതൻ എന്നോട് സംസാരിക്കുവാനിടയായെന്ന്, ആമേൻ, പറഞ്ഞ്, ഹല്ലേലൂയ, ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അത് നിങ്ങളുടെ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, രക്ഷയ്ക്കുള്ളതല്ലോ, അതുകൊണ്ട് നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞ് അപ്പമെടുത്ത്, ഹല്ലേലൂയ, ഭക്ഷണമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർ ഭക്ഷിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ, പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ മാത്രമേ, ആമേൻ, ഹല്ലേലൂയ, വാഴ്ത്തി അനുഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. നാം സ്വയമേ ഇരുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുന്നതിന് ഒരു പരിധികളുണ്ട്. ഹല്ലേലൂയ, ആയതുകൊണ്ട് ഒരു കൂട്ടായ്മ, ഒരു മധ്യസ്ഥർ നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മെ ഒന്ന് ബലപ്പെടുത്തുവാൻ, നമ്മെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ, നമുക്കൊരു ആശ്വാസവാക്ക് പറഞ്ഞു തരുവാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരിടയനുണ്ട് എങ്കിൽ നമ്മുടെ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ജീസസ്, ഹല്ലേലൂയ, ഒറ്റപ്പെട്ട അനുഭവം ഒന്ന് മാറി നമുക്ക് ആശ്വാസത്തിന്റെ വാക്കുകളെ നമ്മെ പ്രബോധിപ്പിക്കുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി മാറും. ഹല്ലേലൂയ, ആമേൻ. വാഴ്ത്തി അനുഗ്രഹിച്ച ഒരു ഭക്ഷണം ഭക്ഷിച്ചിട്ട് ബാക്കി ഉള്ളതിനെ കപ്പലിന്റെ ഭാരം കുറയ്ക്കുവാൻ വേണ്ടി വെള്ളത്തിലേക്ക് എറിയുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുക. ഹല്ലേലൂയ, പ്രൈസ് ജീസസ്, ഹല്ലേലൂയ. എന്നാൽ വചനം പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, ഒരു ദ്വീപിന്മേൽ മുട്ടിയിട്ട് ഈ കപ്പലിന് ഛേദം വരും, തകർച്ച വരും. ഹല്ലേലൂയ, കപ്പൽ, ഹല്ലേലൂയ, ചിതറിപ്പോകും, അത് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു ജീവനെ പോലെ ഹാനി വരാതെ വേണ്ട ഇവരൊക്കെയും നീന്തി അക്കരെ കടക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ബാക്കിയുള്ളവർ പലകയിലൂടെ, ആമേൻ, ഹല്ലേലൂയ, അക്കരെ കടക്കുന്നത് നമുക്കവിടെ വചനത്തിലൂടെ, ആമേൻ, പഠിക്കുവാൻ കഴിയുക. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പുറം ആമേൻ, കടന്നിടുവാൻ പഴുതുകൾ ഇല്ലാതെ വേണ്ട ഭാരപ്പെട്ട വേളകളിൽ നമ്മെ കരം താങ്ങി, ഹല്ലേലൂയ, അക്കരെ എത്തിച്ചൊരു നാഥനുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനിവിടെ പട്ടുപോകും, ഞാനിവിടെ കെട്ടുപോകും, ഞാനിവിടെ നശിച്ചു പോകും, എന്റെ ജീവൻ ഇവിടെ, ഹല്ലേലൂയ, അസ്തമിച്ചു പോകുമെന്ന് കരഞ്ഞ് മല്ലലെ വിലാപമിട്ട, ആമേൻ, ഉടമനരികഭക്ഷാരമ വിലപിച്ചുകൊണ്ടായിരുന്ന ജീവിതമേ ആത്മാവ് പറയുക, ആമേൻ, ഹല്ലേലൂയ, അക്കരെ എത്തിച്ച വിധങ്ങളെ ഇന്ന് പകൽക്കാലം ഓർത്ത് ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ?
യേശുവേ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നപ്പനെ. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുക. ഹല്ലേലൂയ. 27-ാം വാക്യം പറയുന്നു, 14-ാം രാത്രിയായപ്പോൾ ഞങ്ങൾ അന്ത്രിയാക്കടക്കരയിൽ ആലയും നേരം അർദ്ധരാത്രി ഒരു കരയ്ക്ക് സമീപിക്കുന്നു എന്ന് കപ്പൽക്കാർക്ക് തോന്നി. അവർ ഈയമിട്ടു. 20 മാരെന്ന് കണ്ടു. കുറെ അപ്പുറം പോയിട്ട് വീണ്ടും ഈയമിട്ടു. 15 മാരെന്ന് കണ്ടു. പാര സ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ച് അവർ അമരത്തു നിന്ന് ഹല്ലേലൂയ 4 നങ്കൂരമിട്ടു നേരം വെളുക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അമരത്തു നിന്ന് 4 നങ്കൂരമിട്ടു. ഹല്ലേലൂയ. നേരം വെളുക്കുമെന്നവർ ആമേൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ആമേൻ പലയിടത്തും അവർ ഈയമിട്ടു. ആമേൻ എൻ്റെ താഴ്ച അറിയുവാൻ, ആഴമറിയുവാൻ, എൻ്റെ ദൂരം അറിയുവാൻ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വചനം പറയുക, 4 നങ്കൂരമിട്ടു. ഇന്ന് പകൽക്കാലം വചനം ശ്രമിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. നമുക്ക് തണലിന് വേണ്ടി ഒരു ഷെഡ് ഇടണമെങ്കിൽ ആമേൻ 4 തൂണുകൾ വേണം. വചനം പറയുക, അമരത്ത് നിന്നുകൊണ്ട് 4 നങ്കൂരമിടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. നേരം വെളുക്കുമെന്ന് അവർ ആഗ്രഹിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഒന്ന് വെളുത്ത് കണ്ടെങ്കിൽ, ആമേൻ, ഇരുട്ടൊന്ന് എന്നെ വിട്ട് മാറിക്കണ്ടെങ്കിൽ, ഈ പ്രതികൂലം എന്നെ വിട്ടൊന്ന് മാറിക്കണ്ടെങ്കിൽ, ഈ പോരാട്ടം എന്നെ വിട്ടൊന്ന് ആമേൻ മാറിക്കണ്ടെങ്കിൽ, ഈ രോഗമൊന്ന് എന്നെ വിട്ട് മാറിക്കണ്ടെങ്കിൽ, ഈ തകർച്ച എന്നെ വിട്ട് ഒന്ന് മാറിക്കണ്ടെങ്കിൽ, ഈ ഭിന്നത എന്നെ വിട്ട് ഒന്ന് മാറിക്കണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ആമേൻ, ആമേൻ, നേരം വെളുക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം അവിടെ കാണുന്നു ദൈവത്തിന്റെ പൈതലേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര തന്നെ ആഴമളന്നാലും, എത്ര തന്നെ ദൂരമളന്നാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ജീസസ്. ആഴങ്ങളെ ആരാഞ്ഞറിയുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് എന്നുള്ള ആ ബോധത്തോടു കൂടിയാണ് ആമേൻ ദൈവത്തിന്റെ ക്ഷണവുമായിട്ടാണ്, ദൈവത്തെ ക്ഷണിച്ചുകൊണ്ടാണ്, ദൈവവുമായി യാത്ര ചെയ്തുകൊണ്ടാണ് ആമേൻ ഈ യാത്ര തുടർന്നുവെങ്കിൽ എത്ര തന്നെ കപ്പലിന് ഛേദം വന്നാലും, എത്ര തന്നെ കുടുംബ തകർച്ചകൾ വന്നാലും, എത്ര തന്നെ പോരായ്മകൾ വന്നാലും, എത്ര തന്നെ തൊഴിൽ മേഖലകളിൽ ഭിന്നതകൾ ഉളവായി വന്നാലും, എത്ര തന്നെ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ഉത്ഭവിച്ചു വന്നാലും, അതിന്റെ നടുവ് വെളിപ്പെടുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളതിന് ഒരു മാറ്റമില്ല ദൈവത്തിന്റെ പൈതലേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹോമിന്റെ നടുവിൽ ഇറങ്ങി വന്നൊരു കർത്താവുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ 4ാമനായിട്ടല്ല, അവൻ 1ാമതായി കടന്നു വന്നു. അങ്ങനെ എങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ 1ാമനായി അവിടെ ഇറങ്ങി വന്ന് തന്റെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രാണന് പോലെ ഹാനി വരാതെ വണ്ണം വീണ്ടെടുത്തൊരു ദൈവമുണ്ട് എന്ന് ഈ പകൽക്കാലം ആ വചനം വിളിച്ചു പറയുന്നുണ്ട്. ഹല്ലേലൂയ. നാം ഇടുന്ന നങ്കൂരം എങ്ങനെയുള്ളത്, നാം എടുക്കുന്ന തീരുമാനം എങ്ങനെയുള്ളത്, നാം എടുക്കുന്ന പ്രതിഷ്ഠ എങ്ങനെയുള്ളത്, നാം അല്ലല് നയിക്കുന്ന ക്രിസ്തീയ ജീവിതം അത് എപ്രകാരമുള്ളത് എന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട്. ആമേൻ, 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 ആമേൻ. നമ്മുടെ വിശ്വാസത്തെ അളക്കുന്ന നിലകളിലല്ല, നമ്മുടെ ആമേൻ യാത്രയുടെ ദൂരമളക്കുന്ന നിലകളിലല്ല, മറ്റുള്ളവരെ ആത്മാവിന്റെ ആഴമളക്കുന്ന നിലകളിലല്ല. ഇന്ന് പകൽക്കാലം പറയണം, അതേ കർത്താവേ എന്റെ ജീവിതത്തിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇന്നും എന്നെ ഉലച്ചുകൊണ്ടിരിക്കുന്ന
പ്രശ്നങ്ങൾക്ക് പരിഹാരനായി എന്റെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കപ്പലിന്മേൽ ദൈവമുണ്ട് എന്ന്, എന്റെ കുടുംബത്തിന്മേൽ ദൈവമുണ്ട് എന്ന്, എന്റെ കൂട്ടായ്മയുടെ മേൽ ക്രിസ്തുവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക. അതിനൊരു കാലം വിള്ളൽ വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ പകൽക്കാലം എത്ര പേർ പ്രാർത്ഥിക്കും? വചനം പറയുന്നു, ഹല്ലേലൂയ, അവർ അമരത്ത് ഹല്ലേലൂയ നിന്ന് ആമേൻ 4 നങ്കൂരമിട്ടു. നേരം എളുക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കപ്പൽ വിട്ട് ഓടിപ്പോകുവാൻ വിചാരിച്ചു. അണിയത്തു നിന്ന് നങ്കൂരമിടുവാൻ പോകുന്നു എന്നുള്ള പാപത്തിൽ തോണി കടലിൽ ഇറക്കി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ടാങ്കിലോട് കല്ലെ 34 പറയുന്നു, ആമേൻ. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങൾ ഒരുത്തൻ്റെയും തലയിൽ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളിൽ ഒരുത്തൻ്റെ തലയിൽ ഒരു രോമം പോലും നഷ്ടമാകുകയില്ല എന്ന്, ആമേൻ, ഹല്ലേലൂയ, പൗലോസ് പറയുവാനിടയായി. വെളിപ്പാടുള്ളവർക്ക് പറയുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ പ്രാപിച്ചവർക്ക് പറയുവാൻ കഴിയും, ഈ കുടുംബത്തിൽ ഒരു പരാജയവും വരത്തില്ല, ഒരു കഷ്ടവും വരത്തില്ല, ഒരു തകർച്ചയും വരത്തില്ല. ഉറച്ചു നിന്നാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയാകുമെന്ന് ഒരു ദൈവ പൈതലിന് പറയുവാൻ കഴിയും. ദൈവത്തിന്റെ പൈതലെ, ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ, ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുന്നവരുടെ മേലാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക എന്ന് വചനം പറയുക. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യം ഉണ്ടായിരുന്നാൽ യഹോവ ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ട് സന്തോഷിക്കുവാൻ ഇടയായി തീരും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? അവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വീകരിച്ചാട്ട്. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അവരാൽ ഹല്ലേലൂയ ഏത് പ്രതികൂലങ്ങളെയും ധരണം ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗം നമ്മെ സഹായിക്കും. ദൈവ പൈതലേ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പൗലോസിനോടൊപ്പം ചേർന്നുകൊണ്ട്, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പോരാട്ടങ്ങളോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വഴിതടയുവാൻ കടന്നു വരുമെന്നാൽ, ആമേൻ, അവിടെ ഹല്ലേലൂയ വിശ്വാസം കെട്ടുപോകരുത്. ആമേൻ, ആ വിശ്വാസത്തിന്റെ നായകനെ, ആമേൻ, ആ പൂർത്തി വരുത്തുന്ന കർത്താവിനെ മഹത്വീകരിച്ചുകൊണ്ട് യാത്ര തുടരുമെങ്കിൽ, ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദേശാന്തരീയ പോരുകളോട് യുദ്ധം ചെയ്യുവാൻ സ്വർഗം ഒരുക്കും. ദേശാന്തരീയ കെട്ടുകളെ പൊട്ടിച്ചെറിയുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കും. അന്യായ ബന്ധനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ദൈവം സഹായിക്കും. പ്രതിബന്ധനങ്ങളെ ഹല്ലേലൂയ മാറി കടന്നു പോകുമ്പോൾ ദൈവം ഒരുക്കും. ദൈവ പൈതലേ, എത്ര പേർ തയ്യാറുണ്ട് നടക്കുന്ന യുദ്ധത്തിന്റെ മധ്യത്തിൽ ആമേൻ ചേർന്ന് യുദ്ധം ചെയ്യുക? ഇന്ന് പകൽക്കാലം ചില വൻവിടുതലുകളെ സ്വർഗം കുടുംബതലങ്ങളുടെ മേലയച്ച് നിങ്ങളെ സ്വാതന്ത്ര്യത്തോടുകൂടെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുക. അതിനായി നമുക്ക് അതിലേക്ക് കടന്നു ചെല്ലാം. ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.